ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ വിദ്യാർത്ഥിനിയെ ബലിയാടാക്കിയെന്ന് പരാതി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. പിന്നീട് +1 വിദ്യാർത്ഥിനി നാണക്കേട് കാരണം പഠനം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിനിയെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയെന്നാണ് പരാതി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചരണം. അസുഖബാധിതയായ വിദ്യാർത്ഥിനി 4 മാസം അവധിയെടുത്തപ്പോഴാണ് വ്യാജപ്രചരണം നടത്തിയത്. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. സ്കൂളിലെ ഒരു അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജപ്രചരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്കൂളിലടക്കം ഇല്ലാക്കഥകൾ പ്രചരിച്ചതോടെ നാണക്കേട് മൂലം വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചു. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് 4 മാസം സ്കൂളിൽ പോയിരുന്നില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് എങ്ങനെ പെരുമാറുമെന്ന് പേടിയായിരുന്നെന്നും പെൺകുട്ടി പറയുന്നു. ആ അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലെ വ്യാജപ്രചരണം മറ്റുള്ളവർ അറിഞ്ഞ് വലിയ നാണക്കേടുണ്ടായി. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. തന്നെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച അധ്യാപികയെ തുടരാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കിളിമാനൂർ. വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമൻ DGPക്ക് പരാതി നൽകി. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇതാണോ അധ്യാപകർ എന്ന് ചോദിച്ചു പോവുകയാണ്. ഒരു കുട്ടിയുടെ ജീവിതമാണ് ഇത്തരത്തിൽ അവർ താറുമാറാക്കി കളഞ്ഞത്. ശക്തമായ നടപടി ഉണ്ടാവേണ്ടതാണ്. നിയമ നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ കേസിൽ? ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം തന്നെ, ഈ വിദ്യാർത്ഥിനിയുടെ കുടുംബം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ അധ്യാപികയ്ക്കെതിരെ, അതായത് അവരെ ആ സ്കൂളിൽ, ഈ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി അവരെ തുടരാൻ അനുവദിക്കരുത് എന്ന കാര്യമാണ് പ്രധാനമായി ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതായത് ഈ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ മകളെ ഇരയാക്കുകയായിരുന്നു. അവളുടെ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലടക്കം നടന്നത്. അതുകൊണ്ടാണ് ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് ഈ വിദ്യാർത്ഥിനി എത്തിച്ചേർന്ന സാഹചര്യമുണ്ടായത്. മാത്രവുമല്ല, അവൾ സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗത്തിന് തുടർച്ചയായി ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് മാനസികമായി തകർക്കുന്ന ഇങ്ങനെയൊരു നടപടി കൂടി ബോധപൂർവം, അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ബോധപൂർവമായിട്ടാണ് ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതിനു പുറമെയാണ് വിദ്യാർത്ഥി സംഘടനകൾ കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോക്സോ കേസെടുത്ത അധ്യാപികയ്ക്കെതിരെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. ഈ പുറത്ത് ഇറങ്ങി നടന്നാൽ ആളുകൾ തിരിച്ചറിയുമെന്ന ഒരു ഭയം മൂലം മുടി മുറിച്ച് നടക്കേണ്ട ഗതികേടിലാണ് എന്ന് ആ കുടുംബവും പെൺകുട്ടിയും പറയുമ്പോൾ എത്രമാത്രം ദാരുണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബത്തിനും ഈ വിദ്യാർത്ഥിനിക്കും കടന്നു പോകേണ്ടി വന്നത് എന്നത് കൂടിയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.